നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി എസ് പിള്ളെ, സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാടിലെ ഇൻ്റർവെൻഷണൽ പൾമനോളജിസ്റ്റാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അനന്തു പേഷ്യൻ്റാണ്. അനന്തു ലാസ്റ്റ് വീക്ക് ഇവിടെ ഡോക്ടർ നാസർ യൂസഫ് തൊറാസിക് സർജൻ്റെ അടിയിൽ ഒരു മേജർ തൊറാസിക് സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്. നമ്മുടെ അടുത്ത് അനന്തു വരുമ്പോൾ ഓൾമോസ്റ്റ് 2 months കാനഡയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് വരുന്നത്. ബട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും സിംറ്റംസിന് ഒട്ടും വ്യത്യാസമില്ലാണ്ട് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈഡ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമുക്ക് അനന്തുവിനോട് തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് അനന്ത് കൃഷ്ണ. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു കാനഡയിൽ. അപ്പം എനിക്ക് സെപ്റ്റംബർ ഒരു 12-13 തൊട്ട് എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു ഫസ്റ്റ് വന്നു തുടങ്ങിയത്. ഞാനിപ്പോൾ ഈ ബാക്ക് പെയിൻ കാണിക്കാൻ ഒരു ക്ലിനിക്കിൽ പോയി. അപ്പോൾ അവരും ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാക്ക് പെയിൻ്റെ 2 മെഡിസിൻസ് എഴുതി തരുമായിരുന്നു. പക്ഷെ അത് കഴിച്ചിട്ടും മാറുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ശ്വാസം വലിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ഇത് ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വേദന എടുത്തു തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവർ എന്നെ അഡ്മിറ്റ് ചെയ്തു അവിടെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഉള്ളത്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ അവർ ആദ്യം പറഞ്ഞു ചെസ്റ്റ് ട്യൂബ് ഇടണം എന്ന്. പക്ഷെ അവരൊരു 10 days ജസ്റ്റ് അവിടെ അഡ്മിറ്റ് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് തന്നു. എന്നിട്ടും ആൻറ്റിബയോട്ടിക്സിനൊന്നും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരൊരു ചെസ്റ്റ് ട്യൂബ് ഇട്ടു. ഓൾമോസ്റ്റ് 1 month ഞാൻ ഈ ട്യൂബിലായിരുന്നു. ചെസ്റ്റ് ട്യൂബ് ഇട്ട് കിടത്തി തിക്ക് പസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ മെഡിസിൻസ് അകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഓൾമോസ്റ്റ് 30 days കഴിഞ്ഞിട്ട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. അവർ പറഞ്ഞത് ഇനി 14 days ആൻറ്റിബയോട്ടിക്സും കൂടെ കഴിച്ചു കഴിഞ്ഞാലല്ലോ ഓക്കെ ആവുമെന്ന് പറഞ്ഞാൽ വിട്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു. 14 days ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും എനിക്ക് ബ്രീത്ത് എടുക്കുമ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ പെയിൻ പോലെയും ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. അപ്പോൾ വലിയ ഗുണം കണ്ടില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ബേസിക്കലി ഇത് നമ്മുടെ ലങ്സിൻ്റെ പുറത്തുള്ള ഗ്യാപ്പിൽ ഫ്ലൂയിഡ് കളക്ട് ആവണയാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് അനന്തുവിന് അവർ ട്യൂബ് ഇടുകയും പിന്നെ അത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു പസ് പോലെയായിരുന്നു. സോ അത് അലിയിപ്പിക്കാനാണ് അവർ ഇഞ്ചെക്ഷൻസ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കൊന്നും ഓൾമോസ്റ്റ് 40 days ട്യൂബ് ഉണ്ടായിരുന്നു അല്ലേ? ആൻഡ് മൾട്ടിപ്പിൾ എനിക്കൊന്നും ഓൾമോസ്റ്റ് 10 ഇഞ്ചെക്ഷൻസ് ചെയ്തു. 7 cycles ഓഫ് ഇഞ്ചെക്ഷൻസ് ചെയ്തിട്ടും ഒട്ടും തന്നെ റിലീഫ് ഉണ്ടായില്ല. ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി ഡ്രെയിനും ആയില്ല. അത് മാത്രമല്ല ലങ്സിന് ചുറ്റുമുള്ള ആ പ്ലൂറ എന്ന് പറഞ്ഞ കവറിങ് ഭയങ്കര തിക്കായിട്ട് പൂർണ്ണമായിട്ട് വികസിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു ട്രാപ്ഡ് ലങ് പോലെ ആവാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു പെയിൻ പെർസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ അനന്തുവിന് ഈവൻ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് വരെ സിവിയർ പെയിൻ ആയിരുന്നു. ഈവൻ വൈൽ വാക്കിംഗ് ആൻഡ് നടക്കുമ്പോൾ ചെറിയ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. ഒരുപാട് 2 flights of stairs കയറുമ്പോൾ തന്നെ അല്ലാണ്ട് ഹാർട്ട് റേറ്റ് കൂടുക, പിന്നെ അതുപോലെ കിതപ്പ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ ദെൻ ഡോക്ടർ നാസർ took him up for surgery. When we opened പ്ലൂറ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര തിക്കായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 6 centimeter തിക്നെസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി വി കുഡ് റിമൂവ് ചെയ്തു ആൻഡ് വി കുഡ് മേക്ക് ഷുവർ ലങ് കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ആയെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റി. ആൻഡ് നൗ ഐ തിങ്ക് സിംറ്റം വൈസ് ഹീസ് മച്ച് വേ ബെറ്റർ ആണ്. ഹീസ് ഏബിൾ ടു ക്ലൈംബ് 6 flights of stairs. സർജറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ബ്രീത്തിങ് കുറേ നേരെയാവുകയും കുറേ നടക്കാൻ പറ്റുകയും ഞാൻ എന്നിട്ട് 7 floor ഞാൻ ക്ലൈംബ് ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. മുന്നേ 2 floor ക്ലൈംബ് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രശ്നമായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് 7 floor ക്ലൈംബ് ചെയ്യാം. ജസ്റ്റ് 2 days ആ സർജറി ചെയ്ത് കഴിഞ്ഞ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അവിടെ അത്രയും ഒരു 40 days-ഓളം കിടന്നിട്ടും പറ്റാത്ത കാര്യം ഇവിടെ ജസ്റ്റ് 1 day സർജറി കഴിഞ്ഞുകൊണ്ട് തന്നെ പറ്റി. അവർക്കത് അവിടെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇത്രയും തിക്കായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവർ ജസ്റ്റ് ഈ ഫ്ലൂയിഡ് സർജിക്കൽ ഓപ്ഷൻ പോലും ഇല്ല, അവർ പറഞ്ഞിട്ടില്ല, സർജിക്കൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് ഈ ഫ്ലൂയിഡ് അകത്തോട്ട് മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യണം, അതാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തുവിൻ്റെ അമ്മ ഹാസ് ഓൾസോ ജോയിൻഡ് us. മാഡം ഡോക്ടറാണല്ലേ? മാഡം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ഡോക്ടർ പൂർണിമ, ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് സർജനായിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ. അനന്തു ഒരു 2 years ആയി കാനഡയിൽ പോയിട്ട്. അപ്പോൾ ഒരു mid of September അവനൊരു ബാക്ക് പെയിൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡോക്ടറെ കാണണം. അപ്പോൾ ബാക്ക് പെയിനുള്ള മരുന്നാണ് കൊടുത്തത്. അനാൾജസിക്സ് കൊടുത്തു ഒരു 3-4 days. അപ്പം കുട്ടി ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻറ്റേർണൽസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കാരണം ഡീറ്റെയിൽഡ് ഇതിന് പോയില്ല. അത് കഴിഞ്ഞിട്ടൊരു 3rd day ഹി ഹാഡ് എ ഫീവർ, ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പനി കുറഞ്ഞു. പിന്നെ ഒരു ദിവസം നൈറ്റ് വിളിച്ചിട്ട് പറയണം അമ്മ എനിക്കിങ്ങനെ
ദേഹം മൊത്തം വേദന, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചിട്ട് ഒരു 15 hours 16 hours കഴിഞ്ഞിട്ടാണ് ചെന്നപ്പോൾ അവരൊരു എന്തോ മെഡിക്കേഷൻ, പെയിൻ മെഡിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യിച്ച് അഡ്മിഷനാക്കി കഴിഞ്ഞിട്ടും പ്രോബ്ലം ന്യൂമോണിയാണ്, പ്ലൂറൽ എഫ്യൂഷനാണ്, ഇത്രയും കാര്യം പറഞ്ഞു. സിൻസ് നമ്മളൊരു ഏഷ്യൻ ആയതുകൊണ്ടും ഇന്ത്യൻ ആയതുകൊണ്ടും അവർക്ക് TB ആണ് സസ്പെക്ട് ചെയ്തത്. TB സസ്പെക്ട് ചെയ്തതിനൊപ്പം തന്നെ കുട്ടിയെ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ എയർബോൺ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 10 days വിത്തൗട്ട് എനി ടാപ്പിംഗ്. പ്ലൂറൽ എഫ്യൂഷൻ നമ്മൾ സാധാരണ ടാപ്പ് ചെയ്തിട്ടാണല്ലോ അത് ട്യൂബ് ഇട്ടിട്ട്, ഇതൊന്നും ചെയ്യാതെ ഡിലേയിങ് ദ പ്രൊസീജിയർ. അങ്ങനെ ഒരു 10 days കഴിഞ്ഞു. 10 days എന്ന് പറയുന്നത് ഒരു നരകമായിരുന്നു എൻ്റെ മകനെ സംബന്ധിച്ച്. കാരണം ഒരു ചെറിയ കമ്മോഡ് ചെയർ കൊടുക്കും, ഒരു യൂറിനൽ കൊടുക്കും, നോട്ട് ഈവൻ എ വാഷ് ബേസിൻ ടു വാഷ് ഹിസ് ഫേസ് ഓർ ബ്രഷ് ഹിസ് ടീത്ത്. പല്ല് തേക്കാണ്ട് എൻ്റെ മോൻ 10 ദിവസം ഇരുന്നു. ഈ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം അതൊരു നമ്മുടെ നാട്ടിൽ എവിടെയും ഇതൊന്നും ഇല്ല. ഫ്ലൂയിഡ് ടാപ്പ് ചെയ്യാണ്ട് പിന്നെ അവര് TB സസ്പെക്ട് ചെയ്ത് പിന്നെ TB AFB ചെയ്ത് 10 days കഴിഞ്ഞിട്ടാണ് സ്പ്യൂട്ടം AFB ചെയ്ത് അവനെ മറ്റേ റൂമിലേക്ക് മാത്രം കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്ലൂറൽ എഫ്യൂഷൻ ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലൂയിഡിന്റെ ആ ഒരു ഫ്ലോ നിന്നു. ദെൻ ദ ഡോക്ടർ സെഡ് നമുക്കത് ട്യൂബ് മാറ്റാം, കുഴപ്പമില്ല, നെക്സ്റ്റ് ഒരു CT എടുക്കാന്ന് പറഞ്ഞു. CT എടുത്തപ്പോൾ അതിനകത്ത് വീണ്ടും ഫ്ലൂയിഡ് കളക്ഷനും ഉണ്ട്. അപ്പം ഒന്നും കൂടെ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ കൊടുത്തിട്ട് അത് അലിയിപ്പിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഡ്രെയിൻ ചെയ്തു. ഇത്ര പെയിൻഫുൾ പ്രൊസീജിയറുകൾ കണ്ടിന്യൂ ചെയ്തു വിത്തൗട്ട് എനി പാരന്റ് ഓർ എനി റിലേറ്റീവ്, വിത്തിൻ ഐസൊലേഷൻ അല്ല, ആരും ഇല്ല കുട്ടിയെ കാണാനും ഇതാവാനും. 40 days നോ ഔട്ട്കം എന്ന് മാത്രമല്ല 40 days കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 14 days ആൻറ്റിബയോട്ടിക്കും കൂടെ കഴിച്ചിട്ട് യു കം ഫോർ എ ചെക്കപ്പ് എന്ന് പറഞ്ഞു. ചെക്കപ്പിന് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു യു കം ബാക്ക് ടു ഇന്ത്യ. ഇവിടെ വന്ന് ഒരു സാറ്റർഡേ വന്നു, സൺഡേ നല്ല റെസ്റ്റ് എടുത്തു. മൺഡേ വി വെൻറ്റ് ഫോർ എൻ എക്സ്റേ, പ്ലൂറൽ എഫ്യൂഷൻ വാസ് ദർ. ട്യൂസ്ഡേ ഒരു സ്കാൻ ചെയ്തപ്പോൾ കുറച്ച് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. 9x9 centimeters എംപൈമ. അത് ഫ്ലൂയിഡ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് തിക്കായിട്ടുള്ള പഴുപ്പായിട്ട് പോലെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു CT ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും കുട്ടിക്ക് ആങ്സൈറ്റി ആയി, CT ചെയ്തില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ യു ഗോ ടു സം അതർ ഹയർ സെൻറ്റർ, എറണാകുളം അവിടെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം എറണാകുളത്ത് എവിടെ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു കോമൺ ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൾമണോളജിസ്റ്റൊക്കെ ബെസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോമൺ മാനെ അറിയാം. പക്ഷെ ഒരു കാർഡിയോ തൊറാസിക് സർജൻ എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നോബഡി വാസ് അവെയർ ഓഫ് ഇറ്റ്. പിന്നെ ഞാൻ തൃശ്ശൂർ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു വൺ ഡോക്ടർ ഈസ് ദ ഡോക്ടർ നാസർ യൂസഫ്. അദ്ദേഹം എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെ ഉണ്ടെങ്കിലോ മാഡം ഒന്ന് കണ്ടുപിടിക്കൂ. അദ്ദേഹം എവിടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയില്ല, കണ്ടുപിടിച്ചിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി, പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടതെന്നാണ്. ഇറ്റ് വാസ് എ വെനസ്ഡേ ഈവനിങ്. ഒരു 8 o'clock 9 o'clock ആയപ്പോഴാണ് ഈ ഡോക്ടർ ഈ സജഷൻ പറഞ്ഞത്. അപ്പോൾ വി ഡോണ്ട് നോ വെയർ ഹീസ്. അപ്പോൾ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഡോക്ടറിനെ ഇവിടെയാണെന്ന്, സൺറൈസ് ഹോസ്പിറ്റലാണെന്ന് കണ്ടു. ഇവിടെ കോണ്ടാക്ട് ചെയ്തു. രാത്രി 10 മണിയായി. 10 മണിയായപ്പം പറഞ്ഞു ഇനിയിപ്പം ബുക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും, ഡോക്ടറിൻ്റെ അസിസ്റ്റൻറ്റ് വിളിക്കുമെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം അസിസ്റ്റൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറിന് നാളെ ബുക്കിംഗ് ഇല്ല, എങ്കിലും എങ്ങനെയും നമുക്ക് ഇത്രയും ഒരു ലോങ് ഹിസ്റ്ററി ഓഫ് അസുഖം ഉള്ളതുകൊണ്ട് കാണിക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് അസിസ്റ്റൻ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് പിറ്റേ ദിവസം കാണിച്ച ഉടനെ സാറ് എല്ലാം CT എല്ലാം ചെയ്തിട്ട് പറഞ്ഞു സർജറി ചെയ്യണം,
ഇത്തിരി നല്ല മാസമുണ്ട്, നല്ല വലിപ്പത്തിൽ തന്നെ അത് പസ് അവിടെ കട്ടി കൂടിയിട്ടുണ്ട്. ആ പറഞ്ഞത് മാത്രമല്ല, അന്ന് അഡ്മിറ്റായി, ഉച്ചയ്ക്ക് അഡ്മിറ്റായതിനു ശേഷം റെസ്പിറേറ്ററി മെഡിസിൻ, ജനറൽ മെഡിസിൻ, അനസ്തേഷ്യ, ക്രിട്ടിക്കൽ കെയർ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, മാഡം പൾമണോളജിസ്റ്റ് മാഡത്തിനെ എല്ലാവരെയും കണ്ട് രാത്രി ഒരു 9-9:30 ആകുമ്പോഴേക്കും എല്ലാ വർക്കും ചെയ്തു. യൂഷ്വലി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഫാസ്റ്റായിട്ട് എല്ലാ വർക്കപ്പും ചെയ്ത് രാത്രി ഒരു 11 മണിയായപ്പോഴേക്കും പേഷ്യൻ്റ് ഈസ് ഫിറ്റ് ഫോർ സർജറി എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും അങ്ങ് മാറി. കാരണം ഭയങ്കര കോൺഫിഡൻസ് തോന്നി. അത് കഴിഞ്ഞിട്ടും കുട്ടി സർജറി കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ സർജറിയുടെ ടൈമിൽ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത്, കുട്ടിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന പാരൻസിനും ഉണ്ടാകും, സ്വാഭാവികം. എന്നാലും എന്നെ അവിടുന്ന് റെഫർ ചെയ്ത ഡോക്ടറിനെ വാക്കിൽ പിടിച്ചു തന്നു. യു ആർ ഓൺ ദ സേഫർ സൈഡ്. യെസ്, ഇറ്റ് വാസ് ഓൺ ദ സേഫർ സൈഡ്. സർജറി കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ അവൻ ഇങ്ങനെ ഊതുന്ന സ്പൈറോമീറ്റർ ഊതി 5,000 ആയി. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഒക്കെ കയറാൻ തുടങ്ങി. ആൻഡ് നമ്മുടെ ടെൻഷൻ കംപ്ലീറ്റ്ലി റിലീവ്ഡ് ആയി. താങ്ക്സ് ടു Dr. Nasser Yousaf and Dr. Parvati and all other staff. We thank each and everyone in Sunrise Hospital. It was an excellent teamwork. Staff nurse, very perfect, very caring. Excellent work ആയിരുന്നു. അത് ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിലും ക്ലീനിങ്ങിന് വരുന്ന ആളായിരിക്കും, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഓൾ ദീസ് ഇയേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് പല സ്ഥലത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും കെയർ വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം താങ്ക്സ് എ ലോട്ട്. ഇപ്പം നമ്മൾ സെപ്റ്റംബർ തൊട്ട് ഇപ്പോൾ ഡിസംബർ ഈ ദിവസം വരെ ഉള്ളതിൽ ആ ഡിസംബർ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയത്. കാരണം ബയോപ്സി എല്ലാം നെഗറ്റീവാണ്, എല്ലാം വന്നപ്പോൾ വെരി വെരി ഹാപ്പി. അത് ഈ ഹോസ്പിറ്റലിനോടുള്ളതും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. മെയ്ഡ് മൈ ലൈഫ് വെരി ലൈറ്റ് ആൻഡ് ഈസിയർ. Actually, what was not solved in 2 months, ഇവിടെ വന്നൊരു 1 week പീരിയഡിൽ, ഈവൻ പോസ്റ്റ് ഓഫ് റിക്കവറി ഓൾസോ. ആക്ച്വലി it was a 9-hour long surgery ആയിരുന്നു അനന്തുവിൻ്റെ സർജറി. It was not a easy surgery to go about, but post op recovery ഒക്കെ എക്സലൻ്റ് ആയിരുന്നു. I think next day itself you walked, spirometry almost 5,000 ml പെർഫോമും ചെയ്തു. Recovery was very quick. So അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 മാസത്തിൽ സോൾവ് ആവാത്ത നമുക്കൊരു 1 വീക്കിൽ ഇപ്പം നമുക്ക് ബയോപ്സി റിപ്പോർട്ട്സും വന്നു. നത്തിങ് ടു വറി അബൌട്ട്. ലങ്സ് നല്ലോണം എക്സ്പാൻഡ് ആയിട്ടുണ്ട്. സോ യു ക്യാൻ റിട്ടേൺ ടു യുവർ നോർമൽ ലൈഫ്. ഒരു വീക്കിൽ തന്നെ അങ്ങനെ ഒരു ക്വിക്ക് റിക്കവറി ഉണ്ടായിരുന്നു നമുക്ക്. ശരിക്കും നമ്മൾ പറയുക, ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യില്ലേ, ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇന്ന് തിരിച്ച് സൺറൈസിൽ വന്നപ്പോൾ എവിടെയോ എന്താ പറയുക, ഒരു വിശുദ്ധമായ സ്ഥലത്ത് വന്നൊരു ഫീലാണ്. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മോനെ പറ്റിയിട്ടാണെങ്കിലും കൊച്ചു കുട്ടിയെ കൊണ്ട് നടക്കണ പോലെയാണ് എല്ലാവരും അവൻ്റെ അടുത്ത് പെരുമാറുന്നത്. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും മോനെ എന്നൊക്കെ വിളിച്ച്, അതുപോലെ സാറാണെങ്കിലും സാറ് ട്രീറ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ബ്രദർ വന്നപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് വരെ കാര്യങ്ങൾ ചോദിച്ച്, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും വിളിച്ച് എന്തിന് റെഫർ ചെയ്ത ഡോക്ടറിന് വരെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത്. അൺഫോർച്ചുനേറ്റ്ലി സാറിൻ്റെ തിരക്ക് കാരണം ഹി കുഡ്ന്റ് ജോയിൻ us today. ഐ ആം വെരി ഗ്ലാഡ്. ഇത്ര തന്നെ പറയുള്ളത്. ഇപ്പം ഇത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാലും ഇതിലും കൂടുതൽ ഇമോഷണലായിട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ സംസാരിക്കാൻ പറ്റും. ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ടെൻഷൻ്റെ ഹൈറ്റിലായിരുന്നു. ശരിയാ, ഞാൻ അനന്തുവിൻ്റെ ഫാദർ ചിരിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഫോളോ അപ്പിന് വന്നപ്പോഴാണ് ആക്ച്വലി അനന്തുവിൻ്റെ ഫാദർ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇന്നാണ് ആക്ച്വലി അനന്തുവിൻ്റെ ഫാദറിനെ ഒന്ന് ചിരിച്ച് കണ്ടത്. ആക്ച്വലി ആ സർജറിയുടെ ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ടെൻഷനായിരുന്നു. സോ എനിവേസ് ഇങ്ങനെ ഒരു എന്താണ് ഒരു ക്രോണിക് കണ്ടീഷൻ ഒരു ക്വിക്ക് ആൻഡ് റാപ്പിഡ് റിക്കവറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് തൊറാസിക് സർജൻ ഡോക്ടർ നാസർ യൂസഫിൻ്റെ എക്സെപ്ഷണൽ വർക്ക് കൊണ്ട് മാത്രമാണ്. സോ വി ആർ ഗ്ലാഡ് ആൻഡ് വി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അനന്തു.